അറിയിക്കുന്നു. തുടർന്നുള്ളതാകുന്ന നിമിഷങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. ദൈവവചന പഠനത്തിനായിട്ട് റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. റോമാലേഖനം 13-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13. ഈ രാത്രി സമയം നമ്മൾ ഈ അധ്യായമാണ് പഠനത്തിനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. വളരെ വിശദമായിട്ട് പറയേണ്ട പല കാര്യങ്ങൾ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ ഉണ്ട്. എങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളെല്ലാം പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകും. പ്രായോഗികമാകുന്ന ക്രിസ്തീയ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് 12-ാം അധ്യായം മുതൽ പ്രായോഗികമായിട്ട് ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഉപദേശം പ്രയോഗത്തിലേക്ക് വരുത്തേണ്ടതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതർത്ഥമാകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ബുദ്ധിയുള്ള ആരാധനയാകുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 12-ാമത്തെ അധ്യായത്തിൽ പല കാര്യങ്ങൾ കണ്ടു. 1-2 വാക്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. അതേ തുടർന്ന് 3 മുതൽ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളിൽ നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ ശേഷം നമ്മൾ അന്യോന്യം ഉള്ളതാകുന്ന നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. പുറത്തുള്ളവരോട് അല്ലെങ്കിൽ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ ദൈവമക്കളുടെ പെരുമാറ്റം, ബിഹേവിയർ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നോക്കണം, ഈ കാര്യങ്ങളെല്ലാം പ്രായോഗികമായിട്ട് അതുവരെ പറഞ്ഞതാകുന്ന ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഉപദേശമായിട്ട് തന്നെ നിൽക്കുവാനല്ല, ഉപദേശം ജീവിതമാകുന്ന അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തേണ്ട പല ബന്ധങ്ങളെക്കുറിച്ചും പല പെരുമാറ്റങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കാണുന്നത്. ആ കാര്യം തന്നെയാണ് തുടർന്ന് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. സ്തോത്രം. ആദ്യമായിട്ട് അതിൻ്റെ 1 മുതൽ നമ്മളൊന്ന് വായിക്കും. അതിനു മുൻപേ അതിൻ്റെ പ്രധാനപ്പെട്ട ഡിവിഷൻ ഒന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 1 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യഭാഗത്ത് സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ ഭരണ അധികാരങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവമക്കളുടെ ഉത്തരവാദിത്വം, നമ്മുടെ ആഭിമുഖ്യം, നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ എഗെയിൻ അന്യോന്യമുള്ളതാകുന്ന ബന്ധങ്ങളെക്കുറിച്ച് അവിടെ നമ്മൾ കാണുന്നു. 11 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വരവ്, അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഉള്ളത്. നമുക്കതൊന്ന് വായിക്കുകയും അതേ തുടർന്ന് ആ ഭാഗങ്ങൾ നമുക്ക് അല്പം വിശദമായിട്ട്, ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുകയില്ല. ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാനൊന്ന് പറഞ്ഞങ്ങ് പോകും. അതിൻ്റെ വിശദീകരണം, അതിൻ്റെ റെലവൻസ് എന്ന് വെച്ചാൽ ആ വിഷയം അതേ നിലയിൽ തന്നെ സെമിനാറായിട്ടൊക്കെ എടുക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്, വിശേഷിച്ച് 1 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ പ്രധാനപ്പെട്ടതാകുന്ന ആപ്ലിക്കേഷൻസ് പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകും. കഴിയുമെങ്കിൽ ഈ 13-ാം അധ്യായം മുഴുവൻ നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ആകയാൽ നമുക്ക് പ്രാരംഭമായിട്ട് അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ. അധികാരത്തിനെ ഭയപ്പെടാതിരിക്കാനുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായല്ലോ അവൻ ദൈവനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു,
അവർ ദൈവ ശുശ്രൂഷകന്മാരും അക്കാര്യം തന്നെ നോക്കുന്നവരുമാവുന്നു. എല്ലാവർക്കും കടപ്പെട്ടിരിക്കുന്നത് കൊടുക്കുകയും നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാരംഭ വേദഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിപ്പാൻ പോകുന്നത് ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ ഭരണത്തോട്, ഗവൺമെന്റിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം പ്രായോഗികമായിട്ട് എങ്ങനെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നമ്മൾ ഇരിക്കണമെന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്. ഈ കാര്യം നമ്മൾ അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ബൃഹത്താകുന്ന വിശദീകരണങ്ങൾ നൽകുവാനായിട്ട് കഴിയും. സംബന്ധിച്ചിടത്തോളം ഒരു ലൂസ് സിറ്റുവേഷനും അവരെ സംബന്ധിച്ചിടത്തോളം വിൻ വിൻ സിറ്റുവേഷനുമാണ്. എനിവേ, എന്നാൽ കർത്താവ് പറഞ്ഞതാകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുന്നു, ഒരു നാണയം കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, അതിന്മേലുള്ള ഇൻസ്ക്രിപ്ഷൻ ആരുടേതാണ്? അവരുടെ മറുപടി കൈസരുടേത്. ഉടനെ കർത്താവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വാക്കുകളിൽ നമ്മളൊരു കാര്യം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. നിയമങ്ങൾക്ക് നമ്മൾ വിധേയരായി ദൈവമക്കളുടെ സാക്ഷ്യം നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിയമങ്ങൾക്ക് നമ്മൾ വിധേയരാണ്. ട്രാഫിക് റൂൾസിന് നമ്മൾ വിധേയരാ. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം തന്നെ ഒരിക്കല് ഒരു ബോംബെയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ നമ്മുടെ ഒരു പാസ്റ്റർ, പുള്ളി എന്നോട് പറഞ്ഞ അബദ്ധത്തിന് ഒരു വൺ വേ കയറിയപ്പം അങ്ങോട്ട് ചെല്ലുക. സാധാരണ അങ്ങനെയുള്ള വഴികളിലാണ് അവർ മറഞ്ഞു നിൽക്കുന്നത്. കയറി ചെല്ലുകയും ഒരു വെള്ളയുടുപ്പുകാരൻ്റെ മുന്നിലോട്ട് അദ്ദേഹത്തെ പാസ്റ്ററെ, പുള്ളി എന്നോട് പറഞ്ഞതാ, പിടിച്ചോണ്ടേ പെട്ടെന്നൊരു ഐഡിയ തോന്നി. പുള്ളി തന്നെ കൺഫസ് ചെയ്തതാ, പാതിരിയാന്ന് പറഞ്ഞാൽ ചിലപ്പം പോലീസുകാരൻ, സാധാരണഗതിയിൽ മഹാരാഷ്ട്രയിൽ പാതിരിയാണെന്നും പൂജാരിയാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമസ്തയൊക്കെ പറഞ്ഞ് അങ്ങ് വിടുകയാണ് പതിവ്. അപ്പൊ ആ ട്രിക്കൊന്ന് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇത് പറഞ്ഞുകൊണ്ടേ പോലീസുകാരൻ പറഞ്ഞ മറുപടി, പാതിരിയാണോ, എന്നാൽ ഡബിൾ ഫൈൻ അടിക്കേണ്ടത്. കാരണം യു ഓട്ട് ടു അബൈഡ് ബൈ ദ ലോസ്. നോക്കുക, അപ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നമ്മൾ ഈ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഭരണാധിപന്മാർക്ക് കീഴ്, അപ്പൊ പല സംശയങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരാം. ഇത് പൗലോസ് എഴുതുന്ന പ്രത്യേക സാഹചര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് ഈ കാര്യം റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആരാന്നറിയോ? നീറോ കൈസറിന്റെ ഭരണകാലത്താണ് ഈ ലേഖനം. AD 57 58 ആണ് റോമാലേഖനം എഴുതിയതെങ്കിൽ ആ പ്രത്യേക സമയത്ത് റോമിൽ ഭരണം നടത്തുന്നത് നീറോ കൈസറാണ്. നീറോ കൈസർ ഏറ്റവും അദ്ദേഹം ഒരുപാട് ഉപദ്രവങ്ങൾ ദൈവമക്കൾക്കെതിരെ ചെയ്തു. അതൊക്കെ ചരിത്രമാണ്. ആകട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ നീറോ കൈസർ ഭരണത്തിലിരിക്കുമ്പോഴാണ് പൗലോസ് പറയുകയാണ്, ഭരിക്കുന്നവൻ ആരാ? ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനാണെന്ന്. നോക്കണേ, ആ പശ്ചാത്തലത്തിലാണ് അത് എഴുതുന്നത്. നീറോ കൈസർ ഏറ്റവും ക്രൂരനാകുന്ന ഭരണാധികാരി റോമിൽ ഭരണം നടത്തുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലെന്നും അവർ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണെന്നും ഒക്കെ ഉള്ളതാകുന്ന വാക്കുകൾ അവർക്ക് എഴുതുകയാണ്. ഒരു പക്ഷേ അങ്ങനെ എഴുതുവാൻ ഒരു കാര്യം അത് ഞാൻ പറയുമ്പോൾ ഇത് വ്യക്തിപരമായിട്ട് നമുക്ക് സ്റ്റേറ്റിനോടുള്ള പ്രതികരണങ്ങളെ കുറിച്ചാണ്
പൗലോസ് പറയുന്നത്. അല്ലാതെ ചർച്ച് സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്. വ്യക്തിപരമായി സിറ്റിസൺസ് എന്ന നിലയിൽ, പൗരന്മാരെന്ന നിലയിൽ നമുക്ക് ഭരണാധിപന്മാരോട് അല്ലെങ്കിൽ ആ ഭരണ വ്യവസ്ഥയോടുള്ളതാകുന്ന നമ്മുടെ മനോഭാവം, അതിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പ്രത്യേകിച്ച് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭരണക്കാരും അവർക്കെതിരായിരുന്നു. യഹൂദന്മാരാണെങ്കിലും ദൈവസഭയ്ക്കെതിരായിരുന്നു, അല്ല റോമിലെ ഭരണാധിപന്മാരാണെങ്കിലും ദൈവസഭയ്ക്കെതിരായിരുന്നു. പല സന്ദർഭങ്ങളിൽ നിയമങ്ങൾ സുവിശേഷീകരണത്തിന് സഹായകമായി വന്ന സന്ദർഭങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ഉണ്ട്. എങ്കിൽ തന്നെയും പൊതുവെ പറഞ്ഞാൽ ഈ ഭരണാധിപന്മാരൊക്കെ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് എതിരായിരുന്ന സന്ദർഭത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ആകട്ടെ, നമ്മളിവിടെ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്ന ഒരു വിഷയം ഇതാണ്: ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, ഇത് പഴയ നിയമത്തിലുള്ളതാകുന്ന ഒരു വളരെ ശ്രദ്ധേയമാകുന്ന ഒരു ചിന്തയാണ്. വിശേഷിച്ച് നമ്മൾ ദാനിയേലിന്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദാനിയേലിന്റെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 17, 25, 32 ഈ വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും, ദൈവത്താലല്ലാതെ ആർക്കും അധികാരം കൈയാളുവാൻ കഴിയുകയില്ല. 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ പെട്ടെന്ന്? നോക്കുക, അത്യുന്നതനായവൻ എന്ത് ചെയ്യുന്നു? ബോധിച്ചവന് രാജത്വം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ് സകല അധികാരങ്ങളും. അതാ ഒന്നാമത്തെ ചിന്ത. അത് പഴയ നിയമത്തിൽ വളരെ വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശേഷിച്ച് സദൃശ്യവാക്യങ്ങൾ 8:15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനത്തെ, വിസ്ഡത്തെ പേഴ്സോണിഫൈ ചെയ്ത് ശലോമോൻ സംസാരിക്കുമ്പോൾ ആ എന്നാലാണ് അവർ വാഴുന്നതെന്ന് ജ്ഞാനം പറയുന്ന വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ആകട്ടെ, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 2-ാം വാക്യത്തില് ഒരു പ്രത്യേക സംഭവം, ചരിത്ര പശ്ചാത്തലം നമ്മളോട് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 2-ാം വാക്യത്തില് അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിൽ വരുന്നതിന് കാരണമായി തീർന്നത് ഒരു പ്രത്യേക ചരിത്ര സംഭവത്തോടുള്ള ബന്ധത്തിലാണ്. റോമിൽ നിന്നും യഹൂദന്മാരെല്ലാവരും പുറത്തു പോകണം. വാസ്തവത്തിൽ ആ പ്രത്യേക സന്ദർഭമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും യഹൂദ ക്രിസ്ത്യാനികളും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ യഹൂദന്മാരെന്ന നിലയിൽ യഹൂദ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരായിട്ടാണ് സ്റ്റേറ്റ് കണ്ടത്. അപ്പോൾ സ്റ്റേറ്റിനോട് ഏതോ പ്രശ്നം അവരുണ്ടാക്കി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിൽ പൗലോസിന്റെ അടുക്കൽ വരുന്നത്. ഈ ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ പൗലോസിനെ ഇത് എഴുതുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ, അതായിരിക്കാനാണ് സാധ്യത. എനിവേ, അപ്പോൾ അധികാരങ്ങളോടുള്ള ബന്ധത്തിൽ എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? ഒന്നാമതായിട്ട് ആ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ട ആ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരു യൂണിവേഴ്സലായിട്ടുള്ളതാകുന്ന ഒരു കമാൻഡും അതിന്റെ അല്ലെങ്കിൽ സാർവത്രികമായിട്ടുള്ള ഒരു പ്രായോഗികമാകുന്ന ഉപദേശവും പൗലോസ് കൊടുക്കുന്നു. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ഒരു കമാൻഡ് താൻ നൽകുകയാണ്. അപ്പോൾ അതിന്റെ ശേഷം ആ അതോറിറ്റി എന്നുള്ളത് ദൈവത്തിങ്കൽ നിന്നാണെന്ന് തെളിയിപ്പാനായിട്ട് പല വാക്കുകൾ താൻ പറയുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അതിന്റെ 2-ാം ഭാഗം ശ്രദ്ധിച്ചാൽ, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. 2, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് പൗലോസ് നൽകിയിട്ട് പറയുകയാണ്, നമ്മൾ അധികാര വ്യവസ്ഥകൾക്ക്
കീഴടങ്ങേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾക്ക് നമ്മൾ അധീനരായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹവും നമ്മെക്കുറിച്ചുള്ളതാകുന്ന ദൈവത്തിന്റെ കൽപ്പനയുമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഡിവൈൻ അതോറിറ്റിയെ കുറിച്ചും പൗലോസ് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ചിലരെ എടുത്തിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള പലരെ എടുത്തിട്ട് അവര് ചെയ്തതാകുന്ന സകല ഈവിളും, ഉദാഹരണത്തിന് നീറോ കൈസറും ഡൊമീഷ്യൻ കൈസറും, അവര് ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പുതിയ നിയമകാലത്ത് തന്നെ ജീവിച്ചിരുന്നവര്. അതിനുശേഷം ഹിറ്റ്ലറെ പോലുള്ളവരും സ്റ്റാലിനെ പോലെയുള്ളവരും സദാം ഹുസൈനെ പോലെയുള്ളവരും ഒക്കെ ഒത്തിരി ഏകാധിപതികളൊക്കെ ജീവിച്ചിരുന്നു. അവരുടെ എല്ലാവരുടെയും അധികാരവും ദൈവത്തിങ്കിൽ നിന്ന് വന്ന അധികാരമെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അവർ ചെയ്ത സകല പ്രവർത്തികളുടെയും ഉത്തരവാദി ദൈവമായിരിക്കുന്നു എന്ന അർത്ഥമല്ല ഈ വേദഭാഗത്തിനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച്, ഉദാഹരണമായി പറഞ്ഞാൽ പീലാത്തോസും ഹെരോദാവും അവർക്കൊക്കെ ഉള്ള അധികാരം ദൈവത്തിങ്കിൽ നിന്നാണെന്ന് പറയാം. പക്ഷെങ്കിൽ അവരുടെ അധികാരത്തെ അവർ മിസ്യൂസ് ചെയ്തു, ദുരുപയോഗം ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, 11-ാം വാക്യത്തില് യേശു കർത്താവ് പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. നോക്ക്, അപ്പോൾ ദൈവത്തിങ്കിൽ നിന്നാണ് അധികാരം, അതിന് സംശയമില്ല. പക്ഷെങ്കിൽ ഈ അധികാരസ്ഥന്മാര് ചെയ്യുന്ന സകല ദുഷ്പ്രവൃത്തികൾക്കും കാരണം ദൈവമല്ല. ഇത് തമ്മിൽ ഒന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം. ഇവരുടെ ചെയ്തികളും ഇവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അധികാരത്തെ, ഗോഡ് ഗിവൺ അതോറിറ്റിയെ അവർ മിസ്യൂസ് ചെയ്തതിന്റെയും റെസ്പോൺസിബിലിറ്റി ദൈവത്തിനല്ല, അവർക്ക് തന്നെയാണ്. എന്നാൽ ഇവിടെയുള്ളതാകുന്ന പ്രിൻസിപ്പിൾ, തത്വം നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിങ്കിൽ നിന്നാണ് സകല അധികാരവും. അതുകൊണ്ട് ദൈവമക്കൾ അധികാരങ്ങൾക്ക് കീഴടങ്ങുവാൻ ബാധ്യസ്ഥരാണെന്ന് പൗലോസ് പറയുക. മാത്രമല്ല, അടുത്ത ഒരു കാരണം ആ ഭാഗത്ത് പറയുന്നത്, ദൈവത്തിങ്കിൽ നിന്നാണ് അധികാരം എന്ന പ്രാഥമിക കാരണത്താൽ നമ്മൾ നിയമങ്ങൾക്ക് വിധേയരാകണം. രണ്ടാമത്തെ കാരണമായിട്ട് പൗലോസ് പറയുന്നത്, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 4ഉം 5ഉം വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം, നമുക്ക് മുൻപോട്ട് പോകാം. നോക്കുക, അപ്പോൾ രണ്ടാമത്തെ കാരണം പൗലോസ് പറയുന്നത്, നീ തിന്മ ചെയ്താൽ ഭയപ്പെടുക. ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. നോക്കുക, ആദ്യത്തെ കാരണം ദൈവത്തിങ്കിൽ നിന്നാണ് അധികാരം. എന്തുകൊണ്ട് നമ്മൾ നിയമത്തിന് വിധേയപ്പെടണം? ഒന്നാമത്തെ കാരണം, ദൈവത്താലല്ലാതെ അധികാരമില്ല. രണ്ടാമത്തെ കാരണം, നിയമത്തെ ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കുമെന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിയമത്തിന് അധീനരാകണം. രണ്ടാമത്തെ കാരണം ആകട്ടെ, ഞാൻ അത് പറഞ്ഞങ്ങ് മുൻപോട്ട് പോകാം. എന്നാൽ അതുമാത്രം കൊണ്ട് പൗലോസ് നിർത്തുന്നില്ല. മറ്റൊരു കാരണം താൻ തുടർന്ന് പറയുകയാണ്. 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 5-ാം വാക്യം. നോക്കുക പ്രിയമുള്ളവരെ, ശിക്ഷ പേടിച്ച് മാത്രമല്ല, പിന്നെന്തോ വിചാരിച്ചു വേണം? മനസ്സാക്ഷിയെ വിചാരിച്ച്. ഞാനിത് ഒരു മനസ്സിലാകാൻ വേണ്ടി ഒരു നടന്ന സംഭവം ഞാനങ്ങ് പറയാം. നടന്ന സംഭവം ബോംബെയിലുള്ളവർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം ഫെമിലിയറാണ്. അതുകൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ബോംബെയിൽ നിന്ന് കുറച്ച് നാളെങ്കിലും ബോംബെ താമസിച്ചിട്ടുള്ളവർക്കൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഫെമിലിയറാണ്. എങ്കിലും മറ്റുള്ളവർക്കും അത് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഈ കാര്യം ഒന്ന് മനസ്സിലാവും. ആദ്യത്തേത് ശിക്ഷ.
നമ്മൾ കണ്ടു. ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടു, ദൈവത്താലല്ലാതുള്ള അധികാരമില്ല. 2, ശിക്ഷയെക്കുറിച്ച് പൗലോസ് പറയുന്നു. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. ലോ കോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിയും. ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആകട്ടെ, 3-ാമതായിട്ട് പറയുന്ന കാര്യം ശിക്ഷ മാത്രമല്ല, മനസാക്ഷി നിമിത്തം. എന്താണ് ഇതിന്റെ അർത്ഥം? മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഈ ബോംബെയിൽ ലോക്കൽ ട്രെയിൻസിൽ കയറിയിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അപ്പൊ മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഈ ബോംബെയിലെ ലോക്കൽ ട്രെയിനിന്റെ അവരുടെ ടിക്കറ്റിങ്ങിന്റെ ഒരു സവിശേഷത. ഇപ്പൊ ശനിയാഴ്ച വൈകിട്ട് ഒരു റിട്ടേൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടിക്കറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. തിരിച്ച് ആ ടിക്കറ്റിന്റെ വാലിഡിറ്റി എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം 12 മണി വരെ. അങ്ങനെയാണോ? അങ്ങനെയാ. ഓക്കെ, തിങ്കളാഴ്ച വൈകുന്നേരം 12 മണി വരെ എനിക്ക് ആ ടിക്കറ്റ് കൊണ്ട് തിരിച്ചു വരാം. ഇത് ഈ അവധി ഗവൺമെന്റ് ഹോളിഡേയ്സും ഒക്കെ അതിന്റെ തലേ ദിവസവും അടുത്ത ദിവസവും അങ്ങനെയാണ് അത് ക്രമീകരിച്ചേക്കുന്നത്. എന്നാൽ സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇത് റിട്ടേൺ ജേർണി എത്ര പ്രാവശ്യം നടത്തിയെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ ഇപ്പോഴും റെയിൽവേക്ക് ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് എടുത്തു, ചർച്ച വരികയാണ്, ശനിയാഴ്ചയും വരണമല്ലോ, വെള്ളിയാഴ്ച വൈകിട്ടത്തെ പ്രയറിന് വന്നു, റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട, കാരണം റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണെന്നിരിക്കട്ടെ, ശനിയാഴ്ച വൈകിട്ടത്തെ പ്രയറിനും വരുന്നു, അവിടുന്ന് 1 വേ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരും. തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റ് വേണ്ട, കാരണം റിട്ടേൺ ടിക്കറ്റ് കയ്യിലുണ്ട്. ഞായറാഴ്ച സഭായോഗത്തിനും വരും, രാവിലത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റ് വേണ്ട, കാരണം റിട്ടേൺ കയ്യിലുണ്ട്. പിന്നെ വേണമെങ്കിൽ അത് തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഉപയോഗിക്കും. ഇത് നമ്മളെ ശിക്ഷിക്കാൻ അവർക്ക് പറ്റത്തില്ല, വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ 2 and fro ടിക്കറ്റിന് പേ ചെയ്താൽ ന്യായമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം വന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായി? അത് ഞാൻ ഉപയോഗിച്ചു, അത് തീർന്നു. ഇനി അടുത്ത ദിവസം ഞാൻ വരണമെങ്കിൽ ന്യായമായി പറഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് എടുത്തോണ്ട് വരണം. പക്ഷെങ്കിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇത് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശിക്ഷയില്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിയമത്തിന് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ മനസാക്ഷി നല്ലതാണേലേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ മനസാക്ഷി എന്താണെന്നറിയാമോ? അത് പുതുക്കിയ മനസാക്ഷിയാണെന്ന് ഓർക്കണം, അല്ലേ? റോമാലേഖനം 12:2 ഈ ലോകത്തിനനുരൂപമാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഈ മനസ്സിനെ എന്ത് ചെയ്തതാ? പുതുക്കിയ മനസ്സാണിത്. ഈ പുതുക്കിയ മനസാക്ഷി ആക്റ്റീവ് ആണെങ്കിൽ എനിക്കൊരിക്കലും റെയിൽവേയെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ കാര്യം നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഞാനത് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്റർ പറഞ്ഞു, ഒരു സഹോദരൻ ചെയ്ത കാര്യം. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ആ സഹോദരൻ അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് അതിനൊരു ബോധ്യം കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഇങ്ങനെ പറയുകയുണ്ട്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഏകദേശം തനിക്ക് ഓർമ്മയുള്ളിടത്തോളം ടിക്കറ്റ് മേടിച്ച ശേഷം ആ ഡെസ്റ്റിനേഷൻ എത്രത്തോളം അതിന്റെ വിലയുണ്ടോ അത്രത്തോളം വിലയുള്ള ടിക്കറ്റ് മേടിച്ച ശേഷം അത് മുഴുവൻ താൻ കീറിക്കളഞ്ഞു. കാരണം റെയിൽവേയെ കബളിപ്പിച്ചതിന് തന്റെ മനസാക്ഷി കുത്തിയപ്പോൾ താൻ അതിന് ന്യായമായ പരിഹാരം ദൈവസന്നിധാനത്തിൽ ഉണ്ടാക്കി. ആകട്ടെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇപ്പൊ മനസ്സിലായോ? ശിക്ഷ മാത്രമല്ല, പേടിച്ചല്ല നമ്മൾ കീഴടങ്ങേണ്ടത്. ദൈവമക്കളാകുന്ന നമുക്ക് വേറെ ഒന്നുണ്ട്. ഏതാ? മനസാക്ഷി. അപ്പൊ നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങുന്നത് ശിക്ഷയെ പേടിച്ചല്ല ദൈവമക്കൾ, മനസാക്ഷി നിമിത്തം നമ്മൾ കീഴടങ്ങണം.
എന്നുള്ള കാര്യം അവിടെ മനസ്സിലാകണം. ആകട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ വിടുകയാണ്, മുൻപോട്ട് പോവുകയാണ്. അതായത് ഈ എത്രത്തോളം നമ്മൾ നിയമങ്ങൾക്ക് കീഴടങ്ങണം, ഇത് ന്യായമായൊരു ചോദ്യമാണ്. എത്രത്തോളം നമ്മൾ നിയമങ്ങൾക്ക് കീഴടങ്ങണം? അതിന് നമുക്ക് ദൈവവചനമാണ് നമ്മുടെ ആധാരം. ഏത് സന്ദർഭത്തിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് ആവശ്യമായിരിക്കുന്നത്? ഈ കാര്യം വളരെ ചിന്തിക്കേണ്ട. അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അധികം കാര്യങ്ങൾ പറയാനില്ലെങ്കിലും വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്കിവിടെ അത്ര റെലവൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആകട്ടെ, എന്നാൽ എത്രത്തോളമാണ് ഈ അധികാരങ്ങളൊന്നും ആബ്സല്യൂട്ട് അല്ല. അതായത് എന്തും ചെയ്യാനുള്ള അധികാരമല്ല അധികാരസ്ഥന്മാരുടെ അധികാരം. എത്രത്തോളം നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാതെ ഇരിക്കുന്ന നിലയിലുള്ള അനുസരണം ഭരണാധിപന്മാരോട് ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഭരണാധിപന്മാർ അവർക്ക് ലഭിച്ച അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുകയും ദൈവം വച്ചിരിക്കുന്ന പ്രമാണങ്ങളെ ലംഘിക്കപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ we have a right to disobey state. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ സ്റ്റേറ്റിനെ ഡിസൊബേ ചെയ്യേണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പതുക്കെ പറയാം. അതുകൊണ്ടാണ് ഖത്തറിൽ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നതിന്റെ കാരണം അതാ. നിയമങ്ങൾക്കെതിരായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൂട്ടായ്മ ആചരിപ്പാനും നമ്മൾ എന്ത് ചെയ്തു? സഭായോഗമായി കൂടി വന്നിരുന്നു. ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കാം, പക്ഷെങ്കിൽ അത് ചെയ്തു. എന്തുകൊണ്ട്? ദൈവമാണ് സകലത്തിന്റെയും മുകളിൽ. ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ ഒരു സ്റ്റേറ്റ് ലംഘിക്കുമ്പോൾ അതിനെ ഡിസൊബേ ചെയ്യുവാൻ ദൈവമക്കൾക്ക് റൈറ്റ് ഉണ്ട്. അതിനുവേണ്ടി എന്തു വിലയും നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും അവരെ സൻഹെദ്രീൻ സംഘത്തിന്റെ മുൻപാകെ വരുത്തി വിസ്തരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5:29 അവരിങ്ങനെ പറയുന്നു, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാൾ നമ്മൾ ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുന്ന നിലയിൽ ദേശത്തെ നിയമങ്ങൾ ദൈവജനത്തിന് എതിരാകുമ്പോൾ അതിനെ ഡിസൊബേ ചെയ്യുന്നത് ദൈവസന്നിധാനത്തിൽ നീതികേടല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. പക്ഷെങ്കിൽ നമ്മൾ പരിജ്ഞാനത്തോടും ദൈവകൃപയോടും പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കാതെ വളരെ ജെന്റിലായി ആ കാര്യം ചെയ്യേണ്ടതാകുന്നു. ആ കാര്യവും നമ്മൾ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ചില ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ അതിന് തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിന് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ ഉദാഹരണം നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആ ഭാഗമാണ് വായിച്ചത്. അതിന്റെ 1-ാം അധ്യായം 17-ാം വാക്യം, എക്സോഡസ് 1:17. അവിടെ നമ്മൾ കാണുന്നത് ഫറവോൻ മിഡ്വൈഫ്സിനോട്, സൂതി കർമ്മിണികളോട് ഇസ്രയേൽ യഹൂദ എബ്രായ ബാലന്മാരെ, കുഞ്ഞുങ്ങളെ കൊന്നു കളയുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവരെന്താ ചെയ്തെന്നറിയാമോ? അവര് രാജാവിനെ അല്ല ഭയപ്പെട്ടത്. പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, അവരാരെ ഭയപ്പെട്ടു? ദൈവത്തെ ഭയപ്പെട്ടു. നോക്കിയേ, അപ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 3 എബ്രായ ബാലന്മാര് ചെയ്തതാകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. രാജാവ് നിർത്തിയതാകുന്ന ബിംബത്തെ അവരെന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ലൈഫ്. ഞങ്ങളുടെ ദൈവം വിടുവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല. അപ്പോൾ ദൈവത്തെ അവരനുസരിച്ചു. ദാനിയേലിന്റെ പ്രവചനം തന്നെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? പതിവ് പോലെ താൻ ചെയ്തു വന്നതുപോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് 3 സമയങ്ങളിൽ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും താൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കാര്യം നമ്മൾ കാണും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
4-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സൻഹദ്രീം സംഘത്തില് അപ്പോസ്തലന്മാരെ വരുത്തി അവരെ അടുപ്പിക്കുകയും അവരെ വിസ്തരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രത്യേക സന്ദർഭം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇനിയും സംസാരിക്കരുതെന്ന് അവരോട് തർജ്ജനം ചെയ്തു. പക്ഷെ അവരെന്ത് ചെയ്തു? അങ്ങനെ ചെയ്തില്ല. അവർ പിന്നെയും യേശുവിന്റെ നാമത്തിൽ സംസാരിപ്പാനായിട്ട് തുടങ്ങി. ആകട്ടെ, ഇങ്ങനെയുള്ളതാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉള്ളതാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആകട്ടെ, ഞാൻ ഈ പറഞ്ഞ സകല സന്ദർഭങ്ങളിലും ഒന്ന്, ഈ വിശുദ്ധന്മാരൊക്കെയും ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് their life they obeyed God. അവരുടെ ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തത്? ദൈവത്തെ അനുസരിച്ചു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അവര് ഗവൺമെന്റിനെ ഡിസൊബേ ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. ഗവൺമെന്റിനെ ഒരു പബ്ലിക് ഡിഫയൻസ് അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. നേരെ മറിച്ച് അവരുടെ സമർപ്പണം ദൈവത്തോടാണ് എന്നുള്ളതായിരുന്നു അവിടുത്തെ വിഷയം. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കണം. അതായത് ദൈവത്തോടുള്ളതാകുന്ന സമർപ്പണമാണ്, ഗവൺമെന്റിനോടുള്ളതാകുന്ന എതിർപ്പല്ല. ഈ കാര്യവും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അടുത്തതായിട്ട് അതിന്റെ 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ന്യായപ്രമാണത്തോടുള്ളതാകുന്ന ബന്ധത്തിൽ ആകട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അനേക കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്ന കാര്യം. അവസാനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടുന്നവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടുന്നവന് ചുങ്കം, ഭയം കാണിക്കേണ്ടുന്നവന് ഭയം, മാനം കാണിക്കേണ്ടുന്നവന് മാനം എന്ന് വേണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നു. അടുത്തതായിട്ട് 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണം കൂട്ടുകാരനോടുള്ള സ്നേഹത്താലാണ് നിവർത്തിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരനോടുള്ള ബന്ധത്തിൽ ദൈവിക ന്യായപ്രമാണത്തോടുള്ളതാകുന്ന നമ്മുടെ ആഭിമുഖ്യം, അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു. ആ വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പെട്ടെന്ന് പോകാം. 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. ആരോടുമൊന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നോക്കിയിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. സ്നേഹം ന്യായപ്രമാണത്തിന്റെ. നോക്കുക, ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളില്, ഈ 3 വാക്യങ്ങളിലും ആവർത്തിച്ച് പൗലോസ് കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നു. ഇത് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അവിടെ നമ്മളത് വായിക്കുന്നുണ്ട്. 19-18 ലേവ്യ പുസ്തകത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യം നമ്മൾ അവിടെ വായിക്കുന്നു. ആകട്ടെ, ഒന്നാമതായിട്ട് ന്യായപ്രമാണത്തെ അതിനെ ഫുൾഫില്ല് ചെയ്യുന്ന ആ മീൻസ് എന്താണെന്ന് ഇവിടെ പൗലോസ് പറയുക. നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടു, ന്യായപ്രമാണത്തെ, അതായത് ജഡത്താലുള്ളതാകുന്ന ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ സാധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന്റെ നീതി ചെയ്യുവാൻ നമുക്ക് കഴിയാതെയിരുന്നു. 4-ാം വാക്യത്തിലെ 8-4 വരുമ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിപ്പാൻ കഴിയുന്നതെന്ന് പൗലോസ് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രധാനമായും ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിപ്പാൻ നമ്മിൽ ഉപയോഗിക്കുന്ന ഘടകമെന്താ? അതാണ് സ്നേഹം. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ
പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ എടുക്കണ്ട. നമുക്കറിയാം അതിന്റെ ഇടയ്ക്ക് ഒരധ്യായം മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കുക, കൃപാദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. 5:5 റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ യാതൊരു പ്രവർത്തികളാലും, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി പ്രവർത്തിപ്പാൻ, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുവാൻ, നിവൃത്തിയാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്കത് കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിന്റെ നീതി നമ്മിൽ നിവർത്തിക്കുകയാണ്. അങ്ങനെ നിവർത്തിക്കുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന മാധ്യമം സ്നേഹമാകുന്നു. നോക്കുക, ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെ പല കാര്യങ്ങള് അവിടെ പൗലോസ് പറയുന്നു. ഒന്നാമതായിട്ട്, സ്നേഹമെന്നുള്ളത് ഇറ്റ് ഈസ് അൻ അൺപെയ്ഡ് ഡെറ്റ്. കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു കടമെന്നാണ് പൗലോസ് സ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടുത്തു തീർപ്പാൻ കഴിയാത്ത കടമെന്ന് സ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത്? Let no debt remain outstanding except the debt to love, to keep on loving. Let no debt remain outstanding. Outstanding ആയിട്ട് ഒരു ഡെറ്റും നിൽക്കേണ്ട, സ്നേഹമെന്ന ഡെറ്റ് മാത്രം. അത് പൗലോസ് പറയുമ്പോൾ, പൗലോസിന്റെ ഈ റോമാലേഖനത്തിൽ ഒരു പ്രത്യേക പ്രയോഗം തന്നെയാണ് കടമെന്നുള്ളത്. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, സുവിശേഷം എന്നുള്ളത് ബർബരന്മാർക്കും ജ്ഞാനികൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, പിന്നെയോ വിശുദ്ധ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു കടം എന്ന നിലയിലാണ് പൗലോസ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം താൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ സ്നേഹമെന്നുള്ളത് എപ്പോഴും നമ്മൾ മരിക്കുന്നതുവരെയും എല്ലായ്പ്പോഴും ഏതവസരത്തിലും ഞാൻ ഐ ഹാവ് ലവ്ഡ് ഹിം ഓർ ഐ ഹാവ് ലവ്ഡ് ഹർ ഇനഫ് എന്ന് പറയുവാൻ കഴിയാത്ത നിലയിൽ സ്നേഹമെന്നുള്ളത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവിങ് ഡെറ്റ് എന്നാണ് പൗലോസ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നയാൾ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണം നിവർത്തിക്കുന്നു എന്ന് പൗലോസ് പറയുക. അപ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണണം, പ്രായോഗിക തലത്തിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്നേഹത്താൽ നിറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ശേഷം താഴോട്ട് ചില പ്രമാണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ചില കൽപ്പനകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പൗലോസ് പറയുക. 1, സ്നേഹമെന്നുള്ളത് കൊടുത്തു തീർപ്പാൻ കഴിയാത്ത ഒരു കടബാധ്യതയായി താൻ അതിനെ വിശേഷിപ്പിക്കുന്നു. 2, സ്നേഹമെന്നുള്ളത് കൂട്ടുകാരന് ദോഷം പ്രവർത്തിപ്പാനായി ആഗ്രഹിക്കുന്നതല്ല എന്ന് താൻ അതിനെ വിശേഷിപ്പിക്കുന്നു. 3-ാമതായിട്ട് സ്നേഹമെന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ എന്ന് താൻ പറയുന്നു. ആകട്ടെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. 3-ാമത്തെ കാര്യം കൂടെ, അതിന് അല്പസമയം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഓടിച്ചെങ്ങ് പോയത്. ആകട്ടെ, 3-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിന്റെ 11 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങളില്
കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തില് പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് പകൽ അടുത്തിരിക്കുന്നത് കൊണ്ട് നാം എങ്ങനെ ഇപ്പോൾ ജീവിക്കണം, ഈ കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. അത് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്. സ്തോത്രം. അതായത് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ, ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യം, കൂട്ടുകാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യം, നിയമത്തിന് വിധേയരായി നമ്മൾ ജീവിക്കുക. ഇത് പറഞ്ഞിട്ട് പറയുക ഇത് ചെയ്യേണ്ടതിന്. പ്രിയമുള്ളവരെ, ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അടുത്ത കാര്യങ്ങൾ പറയുന്നത്. വൈ ഷുഡ് വി ഡു ഇറ്റ്? എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം? പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനത് ആ വിജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം ചെയ്തേ തീരൂ. എന്തുകൊണ്ട് ചെയ്യണം? അതാണ് ഇത് ചെയ്യേണ്ടതിന് എന്ന് പറഞ്ഞ് പൗലോസ് ആരംഭിക്കുന്നത്. മനസ്സിലായോ? പ്രായോഗിക ക്രിസ്തീയ ജീവിതം, നിത്യതയുടെ വെളിച്ചം, നിത്യത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇവിടുത്തെ കാര്യം ഒന്നും പറയുന്നില്ല എന്ന് ചിലര് പരാതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതല്ല ഇവിടെ പറയുന്നത്. നിത്യതയെന്നുള്ളത് നിത്യതയിൽ അങ്ങ് ചെന്നെത്താനുള്ള കാര്യമായി പറയുന്നത്. ഇവിടുത്തെ കാര്യം എന്താ പറയേണ്ടത്? ഇവിടുത്തെ കാര്യം പറയേണ്ടത് ഇതാ. നിത്യതയില് ഇവിടെയുള്ള പല കാര്യങ്ങൾ ചെന്നെത്താൻ തടസ്സമായി വരുമെന്നുള്ളത് കൊണ്ട് അതിനെതിരെ ശക്തമാകുന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ടാണ് നിത്യതയെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എപ്പോഴും നിത്യതയെക്കുറിച്ച് പറയുന്നത്. ഈ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, പൗലോസ് അതിനെ ഘടിപ്പിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ: ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ അപ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യത നിത്യതയുടെ വെളിച്ചത്തിൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അതിനെ കൂട്ടി ബന്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രിയ സഹോദരൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: ഇന്ന് പല സഭകളിലും നിത്യതയെന്നും കർത്താവിന്റെ വരവെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് ഇതെന്താണ്? ഒരു സാധാരണ ലേമാൻ പറഞ്ഞ വാക്കാ. പല ഉപദേശിമാർക്കും തോന്നുന്നത് അതാ, അയ്യോ ഇതെന്നാ ഈ പറയുന്നതെന്നാ. എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം, പലരുടെയും ചിന്ത ആ കുറച്ച് സമയമൊക്കെ നമുക്ക് ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞാ പോരെ. ഇവിടുത്തെ കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ദൈവവചനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്നും നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ് എത്ര നല്ലവനാണെന്നും ദുഷ്ടന്മാരുടെ മേൽ പോലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ കൊടുക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരെ അവിടുന്ന് ഓർക്കുന്നവനാണെന്നും ഒക്കെ പുസ്തകം പറയുന്നുണ്ടല്ലോ. പിന്നെ ആ കർത്താവിൽ അങ്ങ് വിശ്വസിച്ചിട്ട് ആ പൊന്നു കർത്താവിന്റെ പാദപീഠത്തിൽ അക്ഷരീകമായി നമ്മൾ ചെന്നെത്താനുള്ളതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്നൂടെ ഒന്ന് പറയണം. ആദ്യത്തെ പ്രശ്നം വിസ കിട്ടുന്ന പ്രശ്നമായിരുന്നു. ഒത്തിരി നാൾ ഉപവസിച്ചു, ഒത്തിരി പ്രവാചകന്മാരെ കണ്ടൊടുവിൽ വിസ കിട്ടി. പിന്നത്തെ പ്രശ്നം ജോലി കിട്ടുന്ന പ്രശ്നമായിരുന്നു. ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രവാചകന്മാർ വന്നു, ജോലി കിട്ടി. പിന്നത്തെ പ്രശ്നം ഓഫീസിൽ എതിരായിട്ട് നിൽക്കുന്ന എതിരാളികളെ വെട്ടി നിരത്തണമെന്നുള്ളതായിരുന്നു പ്രശ്നം. ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, അവരെയെല്ലാം വെട്ടി മാറ്റി.
അടുത്ത് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു പ്രശ്നം. അതിനുവേണ്ടി ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, കുടുംബം വന്നു. പിന്നത്തെ പ്രശ്നം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു പ്രശ്നം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അതിനുവേണ്ടി ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഏറെക്കുറെയൊക്കെ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴും പ്രശ്നം തീരുന്നില്ല. 12th അഡ്മിഷന്റെ കാര്യമായി പ്രശ്നം. അതിനുവേണ്ടി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അതും ദൈവം നടത്തി തന്നു. ആ പ്രശ്നവും ഏകദേശം തീർന്നു എന്ന് കരുതുമ്പോഴാണ് വേറെ പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളുടെ വിവാഹമെന്ന പ്രശ്നമായി. അത് കഴിഞ്ഞപ്പം അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അല്ലെ അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, അതായി പ്രശ്നം. അപ്പോഴത്തേന് വയസ്സ് എത്ര എന്നറിയോ? പ്രശ്നം തീർന്നോ? തീർന്നില്ല പ്രശ്നം. പിന്നെ എന്നാ നിത്യതയെ കുറിച്ച് ചിന്തിക്കാൻ സമയം? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നം തീർന്ന ശേഷം നിത്യതയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നിത്യതയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പ്രശ്നം തീർന്നിട്ടൊന്നും നിത്യതയെ ചിന്തിക്കാൻ സമയം കിട്ടുകയില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ജീവനുള്ള കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ജീവൻ, ഈ ഭൂമിയിലെ അവസാനത്തെ ശ്വാസം വലിക്കുന്നതുവരെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഒരു സ്ഥാനമല്ല പ്രാർത്ഥനയോ ഉപവാസമോ ദൈവിക സാന്നിധ്യമോ ആരാധനയോ സ്തുതിയോ. ഇതൊന്നും അതിനുള്ള പരിഹാരമല്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള പാഠശാലയായി അതിനെ കണക്കാക്കിയ ശേഷം വിശുദ്ധിയോടെ ദൈവജനം ഇവിടെ ഈ ഭൂമിയിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഇത് ചെയ്യേണ്ടതിന്, അല്ലേ, ഇത് നിങ്ങൾ ചെയ്യുക, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങളിൽ കൂടെ പുതിയ നിയമസഭ കടന്നുപോയത്. അവരോരോ ദിവസവും അവരെ കുറിച്ച് എഴുതിയേക്കുന്നത് കഷ്ടത എന്ന കഠിന ശോധന. പിന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? മഹാദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഇല്ലേ? 1 കൊരിന്ത്യർ 8 അധ്യായത്തിൽ 2 കൊരിന്ത്യർ 8 അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു നോക്കി. അതാണ് നമ്മൾ വായിക്കുന്നത്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ അപ്പോൾ മഹാദാരിദ്ര്യം, ബുദ്ധിമുട്ട്, ഉപദ്രവം, പ്രയാസങ്ങൾ, പുറത്തെ ആപത്ത്, അകത്തെ ആപത്ത് എന്നുവേണ്ട സകലവിധമാകുന്ന കഷ്ടതകളും യു ക്യാൻ തിങ്ക് ഓഫ്. നമ്മൾ ഇന്ന് ഒരു കഷ്ടതയുമില്ല നമുക്ക്, കേട്ടോ. 1-ാം നൂറ്റാണ്ടിലെ സഭയൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കിന്ന് ഒരു കഷ്ടതയുമില്ല. മനസ്സിലാക്ക്. എന്നിട്ട് പോലും ഈ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ, എന്തിനേറെ ഡൊമീഷ്യൻ കൈസരുടെ ഭരണകാലത്ത് ദൈവജനത്തെ റോമൻ കൊളീസിയത്തിൽ മെഴുകുതിരി വെട്ടമാക്കി തീർത്തു. അവിടെ നടന്നതാകുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് വെളിച്ചം കൊടുക്കുവാൻ ദൈവജനത്തെ they were burned at the stake, വെളിച്ചം കൊടുക്കുന്ന തീനാളങ്ങളാക്കി അവരെ തീർത്തു. പിന്നെ they were fed to lions. ഇത് എൻ്റെ മെമ്മറിയിൽ വളരെ ഫ്രഷ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രനൊരു പുസ്തകമുണ്ട്, 70 ക്രിസ്ത്യൻസ്, ഗ്രേറ്റ് ക്രിസ്ത്യൻസ്, 1-ാം നൂറ്റാണ്ട് മുതലുള്ള. നോക്കുക, ഫീഡിങ് ക്രിസ്ത്യൻസ് ടു ലയൺസ്. അതിന്റെ ഛായാചിത്രങ്ങളൊക്കെ പണ്ട് കാലത്ത് വരച്ചതിന്റെ കോപ്പിയൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൊമീഷ്യൻ കൈസരുടെ കാലത്ത് പത്മോസിൽ യോഹന്നാൻ ഉണ്ടായ ദർശനം ഇന്നത്തെ ടെർമിനോളജിയിലുള്ള വിടുതൽ ദർശനമല്ല. പിന്നെ യോഹന്നാൻ കണ്ട ദർശനം എന്തുവാ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, വെള്ളോടിന് സദൃശ്യമാകുന്ന കാലുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി,
ഇരുവായ്ത്തലയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്നവനായി. എനിക്കതൊക്കെ ഒന്ന് വർണ്ണിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. കുറച്ചു കാലം മുൻപ് യോഹന്നാൻ കണ്ടതാണ്. ബലഹീനമാകുന്ന കാലുകൾ കൊണ്ട് വേച്ച് ക്രൂശെടുത്തുകൊണ്ട് ഗുരു പോകുന്നത് കണ്ടതാ. കുറച്ചു മുൻപേ കണ്ടതാണ് മുൾമുടി തലയിൽ അണിഞ്ഞിരിക്കുന്നത് കണ്ടതാ. ഇപ്പൊ കാണുന്നത് അങ്ങനെയല്ല. വെള്ളോടിന് സദൃശ്യമാകുന്ന കാല്, തലയിൽ മുൾമുടിയല്ല, തലയിൽ രാജമുടി ചൂടിയിരിക്കുന്നു. കുറച്ചു മുൻപേ താൻ കണ്ടത് സജലങ്ങളാകുന്ന നേത്രങ്ങളായിരുന്നു കണ്ടത്. എന്നാൽ ഇപ്പൊ കാണുന്നത് അതല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ് കണ്ടത്. കുറച്ചു മുൻപേ താൻ കണ്ടത് മിണ്ടാതെ ഇരിക്കുന്ന യേശുവിനെയാണ് കണ്ടത്. എന്നാൽ ഇപ്പൊ കാണുന്നത് അങ്ങനെയല്ല, ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്ന വായുള്ളവനെയാണ് കണ്ടത്. 7 നിലവിളക്കിന്റെ നടുവിൽ ഉലാവുന്നവനാകുന്ന ആ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. അവൻ എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 7 സഭകളുടെ ദൂതന്മാർക്ക് എഴുതാൻ പറഞ്ഞു. ആ എഴുതുന്ന ലേഖനത്തിൽ, ഓരോ ലേഖനത്തിലും പറയുന്നത് ഇങ്ങനെയാ. സ്മുർണ സഭയുടെ ദൂതൻ എഴുതുക, എന്നിട്ട് പറയുക, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. വിടുതൽ വിടുതൽ വരുന്നെന്നും ശത്രുവിനെ വെട്ടി നിരത്തുമെന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ? സഹിപ്പാനുള്ളത് പേടിക്കേണ്ടതാ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കെ, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. നോക്കണേ, അപ്പൊ ലേഖനങ്ങളിലെല്ലാം ഇതാ കാണുന്നത്. കർത്താവ് വരാൻ പോകുക. അതുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കാനാണ് ലേഖനങ്ങൾ പറഞ്ഞത്. ലേഖനങ്ങളുടെ ഫോക്കസ് ഒന്നും ഇതൊന്നുമല്ല. ആകപ്പാടെ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ കർത്താവിനോട് അറിയിച്ചു. എന്തും പറഞ്ഞോ കർത്താവിനോട്. നമ്മുടെ നല്ല അപ്പച്ചനാ, അവിടുത്തെയോട് എന്തും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു കാര്യം അവസാനം ചേർത്തു, അപ്പച്ച അവിടുത്തെ ഹിതപ്രകാരം നീ ഇത് ചെയ്തു തരണമേ എന്നും കൂടെ പറഞ്ഞു. എന്തും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമ്മുടെ അപ്പച്ചനല്ലേ, പറയാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിത്യതയാ ഇമ്പോർട്ടന്റ്. നിത്യതയാ ഇമ്പോർട്ടന്റ്. പലരും പറയുന്നത് ഉപദേശി ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് വരുന്ന സഹോദരന്മാർക്ക് വേണ്ടിയെങ്കിലും ചിലപ്പോഴൊക്കെ സുഖിപ്പിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ എന്നാ. എന്റെ സഹോദരങ്ങളെ, നിത്യതയാ നിങ്ങൾക്കും പ്രധാനം, ആർക്കും പ്രധാനമതാ, എല്ലാവർക്കും പ്രധാനമതാ. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. അപ്പോൾ സമയത്തെക്കുറിച്ചുള്ള റെഫറൻസുകൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം സമയത്തിനുള്ളിൽ. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സമയത്തെക്കുറിച്ചുള്ളതാകുന്ന ആ റെഫറൻസുകൾ വളരെ വ്യക്തതയോടെ താൻ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത്, ഹീസ് ടോക്കിംഗ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ടൈം. സമയത്തെ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച് താൻ പറയുകയാണ്. നമ്മൾ സമയത്തെ ആശ്രയിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. എന്നാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഏതാണെന്നറിയാമോ? ദൈവത്തിന്റെ സമയത്തെ മനസ്സിലാക്കുന്നതാ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ദൈവത്തിന്റെ സമയത്തെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പൗലോസ് 3 കാര്യങ്ങൾ സമയത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നു 11-ാമത്തെ വാക്യത്തിൽ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ. അപ്പോൾ ടൈം ഹാസ് കം ഫോർ യു ടു വേക്ക് അപ്പ് ഫ്രം യുവർ സ്ലീപ്പ്. നിങ്ങൾ സമയത്തെ അറിയുന്നു. 2, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നോക്കുക, രക്ഷയെന്നുള്ളത്
നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷ എന്നുള്ളത് ഒരു കോംപ്രിഹെൻസീവ് ടേമാണ്. പക്ഷെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തെ കുറിച്ച്. മൂന്നാമതായിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ the age of darkness, when darkness rule, this is going to end very soon. ഈ ഡാർക്ക്നെസ്, ഈ അന്ധത, അത് തീരാൻ പോകുക. പിന്നെയോ പകൽ അടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് പകൽ അടുത്തിരിക്കുന്നു? നീതി സൂര്യന്റെ ഉദയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പകൽ അടുത്തിരിക്കുന്നത്. അങ്ങനെ ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നു, സമയത്തോടുള്ള ബന്ധത്തിൽ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ടൈം. ഇപ്പോഴാ സമയം, നാളെ അല്ല. ബാക്കി കാര്യങ്ങളെല്ലാം നാളെ ചെയ്യാം, പക്ഷെ ഇപ്പോഴാ സമയം. എന്തിന്? ഇന്നാ എനിക്ക് ആത്മീകനാകേണ്ടത്. ഇന്നാണ് ഞാൻ എന്റെ മണവാളന് വേണ്ടി ഉപവസിക്കേണ്ടത്, വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. ഇന്നാ ഞാൻ വേദപുസ്തകം വായിക്കേണ്ടത്, നാളെയല്ല. ഇന്നാണ് എനിക്ക് ആത്മീകനാകുവാൻ താല്പര്യമുണ്ടാകേണ്ടത്. കാരണം സമയത്തെ ഞാൻ അറിയുന്നു. എന്ത്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. 2, ഞാൻ മറ്റൊരു കാര്യവും അറിയുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാലം ഒത്തിരി നീളുമെന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് ഈ രാത്രിയിലും സംഭവിപ്പാൻ ഒരു തടസ്സവും ഇല്ലെന്നുള്ളത് ഗ്രഹിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മുടെ മരണവും ഈ രാത്രിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാളത്തേക്ക് നമുക്ക് ആത്മീയതയെ മാറ്റാൻ സമയമില്ല പ്രിയരെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്ന് ഫോക്കസ് ചെയ്തിട്ട് നാളെ ആത്മീകനാകാനുള്ള സമയം നമുക്കില്ല. നമ്മൾ സമയത്തെ അറിയണം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ. നമ്മുടെ രക്ഷ നമ്മൾ വിശ്വസിച്ചതിനേക്കാളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് രക്ഷ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു. 3, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. നീതി സൂര്യന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. തന്നിൽ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധൻ. യോഹന്നാൻ 3:3, തന്നിൽ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ താൻ വിശുദ്ധീകരിക്കുന്നു. കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് ഇന്നത്തെ ജീവിതത്തിലാ കാണേണ്ടത്, നാളെയല്ല. ഇന്നാ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത്. തന്നിൽ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ താൻ വിശുദ്ധി. ഇനിയും അടുത്തതായിട്ട് അതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക്, അതായത് 12ാം വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 12ാം വാക്യത്തിന്റെ മധ്യഭാഗം തൊട്ട്, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്, വായിച്ചേ. നോക്കുക, ഇവിടെ പറയുക, wake up and dress up. ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രം മാറ്റിയിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയുക. നാം വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണെന്നർത്ഥം. ക്രിസ്തീയ ജീവിതം അതിൽ തന്നെ പോരാട്ടമാണ്. നമ്മൾ ഈ പലപ്പോഴും കേൾക്കുന്ന പോലെ അവിടെ പോരാട്ടമുണ്ട്, ഇവിടെ പോരാട്ടമുണ്ട്, 3ാം വർഷത്തിൽ ഒരു പോരാട്ടം കാണുന്നുണ്ടെന്നുള്ള പരിപാടിയല്ല. ഇപ്പോഴേ പോരാട്ടമാ. നമുക്കാ പോരാട്ടം അല്ലേ? നമുക്ക് പോരാട്ടമാ. അങ്ങനെയല്ലേ വചനം പഠിപ്പിക്കുന്നത്? നമുക്ക് പോരാട്ടമുള്ളത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. പിശാച് പോരാടാൻ ഇങ്ങോട്ട് വരുമെന്നും പേടിച്ചുകൊണ്ടിരുന്ന് എന്നോട് പോരാടല്ലേ, അതിനുള്ള മാർഗം അന്വേഷിച്ച് നടക്കുന്നതിന് പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. പിന്നെ ക്രിസ്തീയ ജീവിതം എന്താ? പോരാടുന്ന ജീവിതമാ. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അപ്പോൾ വൈക്കപ്പ്, ഉണർന്നെഴുന്നേൽക്കുക, വസ്ത്രം ധരിക്കുക. പിന്നെ അടുത്തതായിട്ട് പൗലോസ് 3 അപ്പീൽസ്, 3 അപേക്ഷകൾ അതിനോടുള്ള ബന്ധത്തില് നമ്മൾ കാണുന്നു. 1, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക എന്ന് പറയുന്നു. 2ാമതായിട്ട്
ആയുധവർഗം ധരിക്കുക മാത്രമല്ല, പകൽ അടുത്തിരിക്കുന്നത് കൊണ്ടും നമ്മൾ സമയത്തെ അറിയുന്നത് കൊണ്ടും വിശ്വസിച്ച സമയത്തേക്കാൾ നമ്മുടെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ബിഹേവിയർ അപ്രോപ്രിയേറ്റ് ആകണമെന്ന് താൻ പറയുന്നു. പകൽ സമയത്തെന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മര്യാദയായിട്ട് നടക്കണം, മര്യാദയുള്ളവരായിട്ട്. എന്നിട്ട് അണ്ടർ ദ കവർ ഓഫ് ഡാർക്ക്നെസ്, ആരും കാണാതെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില കാര്യങ്ങളുടെ ലിസ്റ്റ് പൗലോസ് കൊടുക്കുക. അവിടെ ആ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഏറ്റവും നമ്മുടെ ദൃഷ്ടിയിൽ ഭയങ്കര മരണകരമായ പാപങ്ങളുടെ കൂട്ടത്തിൽ 2 കാര്യം കൂടെ പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാ? മരണകരമായ പാപങ്ങളുടെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാരും. പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ നോക്കുക. ഏറ്റവും അധാർമികമാകുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ പിണക്കത്തെക്കുറിച്ചും അസൂയയെക്കുറിച്ചും പറയുന്നത് അത് ഗൗരവമുള്ള പാപം തന്നെയാണ്. അത് മനസ്സിലാക്കണം. ആകട്ടെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് പരിശ്രമിക്കട്ടെ. അടുത്തതായിട്ട് 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പ്രീ ഓക്യുപ്പേഷൻ എന്തായിരിക്കണം? വാട്ട് ഷുഡ് എൻഗ്രോസ് അവർ അറ്റൻഷൻ ആസ് ക്രിസ്ത്യൻ പീപ്പിൾ? 2 ഓൾട്ടർനേറ്റീവ്സ് പൗലോസ് മുൻപ് വെക്കുകയാണ്. 2 ഓൾട്ടർനേറ്റീവ്. ഒരു ഓൾട്ടർനേറ്റീവ് ക്രിസ്തു, മറ്റേ ഒരു ഓൾട്ടർനേറ്റീവ് ജഡം. ജഡമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിന് വിശദീകരണം ആവശ്യമില്ല. പാപപ്രകൃതം എന്നൊക്കെ അതിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ലോവർ നേച്ചർ, അത് എറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല. കർത്താവിന്റെ വരവ് വരെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ 2 ഓൾട്ടർനേറ്റീവ് വെക്കുക. വാട്ട് ഈസ് അവർ പ്രീ ഓക്യുപ്പേഷൻ? പ്രിയമുള്ളവരെ, ഞാൻ ചില കാര്യം പറയുന്നത് ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. 2 ഓൾട്ടർനേറ്റീവ്. 1, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. 2, അവർ fallen self-centered nature. Clothe yourselves with the Lord Jesus Christ and do not think how to വാക്ക് ഞാൻ മറന്നുപോയി. How to gratify the desires of sinful nature. Do not, അതായത് clothe yourselves with the Lord Jesus Christ. Number 1, പോസിറ്റീവ്ലി ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കണം. 2, do not even think how to gratify the desires of the flesh. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആകട്ടെ, നമുക്ക് പെട്ടെന്ന് ആ കാര്യം ഒന്ന് ചിന്തിക്കാം. 1, നമ്മൾ കർത്താവിനെ ധരിച്ചവരാ. നമ്മൾ രക്ഷിക്കപ്പെടുകയും കർത്താവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടു എന്ന പരസ്യമാകുന്ന പ്രഖ്യാപനവും ചെയ്യുന്ന സ്നാനത്തിൽ ഗലാത്യ ലേഖനം 3:27 അനുസരിച്ച് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരാകുന്ന നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ കൊലോസ്യർ 3:12 ചേർത്ത് വായിച്ച് ഞാൻ പെട്ടെന്ന് വാക്കുകളെ അവസാനിപ്പിക്കാം. എന്നിവ ധരിക്കുക. മനസ്സലിവ്, ദയ, താഴ്മ, ദീർഘക്ഷമ. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ക്രിസ്താനുകരണം. അതാ അതിന്റെ അർത്ഥമെന്ന് പറയാം. എന്നാൽ പൗലോസ് ആ അർത്ഥത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്. ക്രിസ്താനുകരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമുക്കത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ അങ്ങനല്ല പറയുന്നത്. അത് അതിന്റെ നിശ്ചയമായിട്ട് ഒരു ഭാഗമാണ്. പക്ഷെങ്കിൽ പൗലോസ് പറയുന്നത് അതല്ല, ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കണം. പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ഡ്രസ്സാ നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നത്. നമ്മളിപ്പോ റോഡില് ഒരാളെ കണ്ടാൽ അയാൾ കൈ കാണിക്കുകയും കാല് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വണ്ടി പോകുന്നു, നിൽക്കുന്നു. അതിന്റെ കാരണം എന്നാ? അയാൾ ഇട്ടേക്കുന്ന ഡ്രസ്സാ. വി നോ ഹൂ ഹി ഈസ്.
because of the dress he wears. താൻ ധരിക്കുന്ന ആ ഡ്രസ്സ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പകലിന്റെ മക്കളാണെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? പകലിന്റെ വസ്ത്രം ധരിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകലിന്റെ വസ്ത്രം എന്താ? പൗലോസിന്റെ ഭാഷയിൽ യേശുവിനെ ധരിക്കുക. നമ്മുടെ ഹോൾ ഫോക്കസ് എപ്പോഴും ക്രിസ്തു ആയിരിക്കണം. പൗലോസിന്റെ ഫോക്കസ് ആയിരിക്കുന്നു, അത് തന്നെയായിരുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. The whole focus is Christ. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുക. എന്തുകൊണ്ട്? Because of the excellency of the knowledge of Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അത്ര വലുതല്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വലുതല്ലെന്നും അതിനെ തിരിച്ചറിയാൻ കഴിയാത്ത എന്നാന്നറിയാം, ഈ ലോകത്തിലെ കാര്യങ്ങൾ വലുതാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട്. പൗലോസ് പറയാം, നോ, ക്രൈസ്റ്റ്, ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക. ഇനിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജഡം ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഡു നോട്ട് തിങ്ക് ഈവൻ ഹൗ ടു ഗ്രാറ്റിഫൈ ദ ഡിസയേഴ്സ് ഓഫ് ദ സിൻഫുൾ നേച്ചർ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ നിരുപദ്രവകരമെന്ന് കാണുന്ന പല കാര്യങ്ങൾ നമ്മളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നില്ല, നിശ്ചയമായിട്ടും നമ്മളെ ജഡീകരാക്കുകയാണ് എന്ന സത്യം, പരമാർത്ഥം ദൈവസഭ മനസ്സിലാക്കണം. ടെലിവിഷനിൽ കൂടെ വരുന്ന 99% കാര്യങ്ങളും ദൈവത്തിങ്കലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതല്ല, ജഡത്തിനായി നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നതാണ്. ഇത് ഞാൻ പറയാം, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹോൾ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം, നമ്മുടെ കർത്താവായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. എപ്പോഴും ഐ സെറ്റ് ദ ലോർഡ് ബിഫോർ മീ ഓൾവേസ്. കർത്താവ് നമ്മുടെ മുൻപിൽ ഇരിക്കട്ടെ. ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം. ഇത് ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? നമ്മൾ വിശ്വസിച്ചതിനേക്കാളും രക്ഷയാധികം അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി, രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കാം, വെളിച്ചത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ഇന്ന് അതിന് സമയം, നാളെയല്ല. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.